ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകവ്യവഹാരങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ പലതരത്തിലുള്ള ചിന്താധാരകൾ നമ്മുടെ അകത്തേക്ക് കയറി വരും. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. നല്ലതായാലും ചീത്തയായാലും അതിനെ രണ്ടിനെയും വേണ്ടതുപോലെ വേർതിരിച്ച് ഉൾക്കൊള്ളേണ്ടതിനെ സ്വീകരിക്കുകയും അല്ലാത്തവയെ തള്ളിക്കളയാൻ പഠിക്കുകയും വേണം. നാം ഒരു കപ്പ വാങ്ങുമ്പോൾ അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞ് കഴമ്പാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഏൽക്കേണ്ടുന്ന വാക്കുകളായാലും ചിന്തകളായാലും വസ്തുക്കളായാലും അതിലെല്ലാം നന്മയും തിന്മയും ഉണ്ടാവും. നന്മ മാത്രമുള്ള ഒരു വസ്തുവോ തിന്മ മാത്രമുള്ള ഒരു വസ്തുവോ ഈ ലോകത്തിലില്ല. അതിനാൽ അവയെ രണ്ടിനെയും വേർതിരിച്ച്, ആ വേണ്ടതിനെയും വേണ്ടാത്തതിനും വേർതിരിച്ച്, വേണ്ടതിനെ നാം സ്വീകരിച്ച് വേണ്ടാത്തതിനെ തള്ളിക്കളയാൻ പഠിക്കണം. ആ തള്ളിക്കളയൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. അതിനാൽ നമ്മുടെ മനസ്സിനേൽക്കുന്ന മിഥ്യാ ഭാവമതൊക്കെ നീങ്ങുവാൻ ഭഗവത് പാദാംബുജത്തിൽ മുക്കിയിടേണം മനസ്സിനെ. അവിടെ നമുക്ക് തെറ്റുപറ്റാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? മനസ്സിനേൽക്കുന്ന മിഥ്യാ ഭാവമതൊക്കെ നീങ്ങുവാൻ, മിഥ്യാഭാവങ്ങൾ ഒക്കെ നീങ്ങുവാൻ, തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതാക്കുവാൻ നമ്മൾ ഭഗവത് പാദാംബുജത്തിൽ, ഭഗവാന്റെ പാദത്തെ ശരണം പ്രാപിക്കണം. ഭഗവത് പാദാംബുജത്തിൽ മുക്കിയിടേണം മനസ്സിനെ. ആ ഭഗവത് പാദാംബുജത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ച് വേണ്ടതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അറിവ് ധാരാളം ഈ ലോകത്തിൽ നിന്നും നമുക്ക് കിട്ടും. അത് സമ്പാദിക്കാൻ എല്ലാവർക്കും സാധിക്കുകയും ചെയ്യും. അത് തരാനും എല്ലാവർക്കും കഴിയും. അറിവ് തരാൻ ആചാര്യന്മാർ അറിവ് മാത്രമാണ് തരുന്നത്. എന്നാൽ നാം ഈ ലോകപരിചയത്തിൽ നിന്നും കണ്ടും കേട്ടും അനുഭവിച്ചും ഓരോന്നിൻ്റെയും ദൂഷ്യഭാവങ്ങളെയും നല്ല ഭാവങ്ങളെയും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വേർതിരിക്കാൻ നമ്മൾ സ്വയം പഠിക്കണം. കാരണം ഒരാൾക്ക് വേണ്ടതല്ല മറ്റൊരാൾക്ക് വേണ്ടത്. അതിനാൽ അത് വൈവിധ്യം ഉള്ളതാണ്. ഒരാൾക്ക് വേണ്ടത് മറ്റൊരാൾക്ക് വേണ്ടാത്തതാണ്. മറ്റൊരാൾക്ക് വേണ്ടതായിരിക്കും ഒരാൾക്ക് വേണ്ടാത്തത് മറ്റേയാൾക്ക് വേണ്ടതുമായിരിക്കും. അതിനാൽ നാം ആ വേർതിരിവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതം ധന്യമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. ആ മിഥ്യാധാരണയെ നമ്മൾ ഇല്ലാതെയാക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ആകയാലത്തരം മിഥ്യാ ഭാവമതൊക്കെ നീങ്ങുവാൻ ഭഗവത് പാദാംബുജത്തിൽ മുക്കിയിടേണം മനസ്സിനെ. ഭഗവത് പാദാബ്ജത്തിൽ, ഭഗവത് പാദമാകുന്ന അംബുജത്തിൽ അല്ലെങ്കിൽ നീരിൽ നമ്മുടെ മനസ്സിനെ മുക്കി ശുദ്ധീകരിക്കണം നമ്മൾ. അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ ശ്രേയസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഇത്തരം സുഭാഷിതങ്ങളെ നമ്മൾ മനനം ചെയ്ത് ഉറപ്പിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇതുകൊണ്ടൊക്കെ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ.